സ്വാഗതം. അപ്പം ഇന്ന് എന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടനും ചേച്ചിയും കൊണ്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പൊ ചേച്ചി റെസ്റ്റ് എടുക്കുവാണ്. ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുവാണ്. ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ അമ്മ അവിടെ റെഡിയാക്കുന്നുണ്ട്. രാവിലെ ഞങ്ങൾ നല്ല നാടൻ കോഴിനെ തട്ടി അതൊക്കെ കറി വെച്ചു, അടിപൊളിയായിട്ട് കഴിച്ചു. വയറ് നിറച്ച് ഇങ്ങനെ വയറ് ഫുള്ളായിട്ട് ഇരിക്കുക. അതെ. ഉച്ചക്ക് ഉണക്കറച്ചി ഇടിയറച്ചിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നു പപ്പയും അമ്മയോട് കൂടി. അപ്പൊ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി. പിന്നെ വിശേഷം വേറെ? ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു ഫുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് എന്താ ഇനി കുറച്ച് കാര്യം മൊയലും കുഞ്ഞിനെയൊക്കെ കാണിച്ചു തരാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. എന്നാ നോക്കുന്നേ? ഒത്തിരി ദിവസം കൂടി മഴ പെയ്യുമല്ലേ, എന്റെ ഇറങ്ങി നോക്കി നിൽക്കുമായിരുന്നു. രാവിലെ തൊട്ടേ ഇന്നലെ തൊട്ടേ മൂടി നിൽക്കുവാണ്. അതിൻ്റെ കൂടെ രാവിലെ ആയപ്പോഴത്തേക്ക് ചെറിയൊരു ചാറ്റമഴ. ഇപ്പോഴാണ് ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങിയത്. പപ്പ കടയിൽ വരെ പോയതാ. രാവിലെ ഒരു സാധനം മേടിക്കാൻ കടയിൽ പറഞ്ഞു വിട്ടതാണ്. ബൈക്കിംഗ് കൊണ്ടാണ് പോയത്. വരുന്നുണ്ടോ? വരുന്നുണ്ട്. അയ്യോ, നനഞ്ഞു വരുന്നു. ആണോ? അങ്ങൊരു വണ്ടി കിടക്കുന്ന കണ്ടോ? നമ്മുടെ ആളെത്തി കേട്ടോ. അപ്പൊ നമ്മുടെ ചേച്ചിയും ചേട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. പപ്പ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പപ്പ ഉപ്പറക്കി പോയി കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ. ഓ, ഭയങ്കര തിരക്കാണല്ലോ. ഭയങ്കര തിരക്കാ. മേഡം, മക്കള് വന്നാ പിന്നെ എന്നെ വേണ്ടാറായോ? പിള്ളേര് വന്നപ്പോഴേ എന്നേലൊക്കെ ഇച്ചിരി ഉണ്ടാക്കി പറക്കി കൊടുക്കണം. പാവങ്ങളല്ലേ, വല്ല കാലത്തും വരുന്നല്ലേ അല്ലേ? മോരൊക്കെ കാച്ചി അത് നൈസാണുള്ളത്. പാത്രത്തിൽ കിടന്ന് കറങ്ങുന്നത് കാണാനായിട്ട്. കറക്കിയിട്ടാ തവി എടുത്ത് കേട്ടോ. തന്നെ കറങ്ങുന്നുണ്ടോ? ഓ, നൈസ കണ്ടോ. അപ്പൊ മോര് കാച്ചി നല്ല മോരാട്ടോ. കൂർക്ക ഇവിടെ വേവിച്ചു വെച്ചിട്ടുണ്ട്. കൂർക്ക ഇടിയിറച്ചിയും വേവിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ചേരുവകൾ വഴട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഗ്രേവി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി ഇനി ഒന്ന് സെറ്റാക്കിയാൽ മതി. ഇച്ചിരി പാല് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. പാല് പിഴിഞ്ഞ് തേങ്ങാപ്പാലോ? കൂർക്ക ഒത്തിരി ഇടാതെ ഇടിയിറച്ചി കൂട്ടിയിട്ടിട്ട് വെക്കണം. അതാണ് സെറ്റ്. ഇതെല്ലാം കൂടെ ഉണ്ടാക്കി നല്ല. നമ്മുടെ ചെറുക്കൻ പറഞ്ഞു ഈ കൂർക്ക ഇടിയിറച്ചി ചെയ്യേണ്ട നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു. അന്നേരം അത് കണ്ടായിരുന്നു. കണ്ടിട്ട് പറഞ്ഞു എനിക്കിത് ചെയ്തു തരാമോ. അത് കണ്ടിട്ട് തന്നെ എനിക്ക് വായി വെള്ളം വരുന്നു. അന്നേരം കഴിച്ചാൽ എങ്ങനെ ചെയ്യും, അതുകൊണ്ട് അത് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. നേരത്തെ വരുന്നതിന് മുമ്പേ ചോദിച്ചതാണ്. അന്നേരം ഞാൻ പറഞ്ഞു ശരി നമുക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. കൊതി തീരെ കഴിച്ചിട്ട് പോട്ടല്ലേ. അതിന് പുറം രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കണം. ചിലപ്പോൾ സമയം കിട്ടും. ചേച്ചിയൊക്കെയാണ് അവിടെ വല്ലപ്പോഴൊക്കെ കപ്പയൊക്കെ തന്നെ മേടിച്ച് വേവിക്കുന്നത് തന്നെ. അപ്പത്തേക്ക് അതൊക്കെ കൊതിയാ ഇവിടെ വരുമ്പോ കഴിക്കാൻ വേണ്ടി. ഈ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നോണ്ടൊന്നും അങ്ങനെ ഉണ്ടാക്കാനോ ഒന്നും തിന്നാനോ ഒന്നും സമയം കിട്ടിയല്ല. അപ്പം ഇങ്ങനെ നാട്ടിലൊക്കെ വരുമ്പോ വെച്ചു കൊടുക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് ഇരിക്കും. അവർ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. രണ്ടുപേരും തിരക്കുള്ള ആൾക്കാരാണ്. അതെ. 10-15 ദിവസം ഞാൻ നാട്ടിലോട്ട് ലീവിന് തന്നെ വരുന്നത് വീട്ടുകാരൊക്കെ ഒന്ന് കാണാനായിട്ട്. അന്നേരം ആ സമയത്ത് ഇവിടെ ഓടി വന്ന് നമ്മളെയും കണ്ടിട്ടേ പോവുള്ളൂ. അന്നേരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറക്കി കൊടുക്കണ്ടേ. ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ എല്ലാം വൃത്തിയോടായിരുന്നു. അതൊന്നുമില്ല, കുഴപ്പമില്ല. എല്ലാം സെറ്റാക്കി വെക്കുക. കണ്ടോ, എന്റെ വീഡിയോ ആയിരുന്നു കാണുന്നത്. ആണോ? ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. സോമയൊക്കെ അവിടെ ഇട്ടോ. മുഖത്തെ എക്സ്പ്രഷൻ അടിപൊളി, ക്യൂട്ട് ചിരി. ഇപ്പൊ ഒരു നോട്ടം ഉണ്ടോ? ആ പല്ല കമ്പി ഇട്ടപ്പോ മുഖത്തിന്റെ ഷേപ്പ് മാറ്റി കുറച്ച് മാറിപ്പോയല്ലേ. ആണോ? ഇത് 2 ദിവസമായി ഇപ്പൊ ഇട്ടിട്ട്. ആ, അതാണ്.
അപ്പം എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? പോസ്റ്റ് ചെയ്തേക്കാമോ? അത് പോസ്റ്റ് ചെയ്തോ? അല്ലെ ആ സൗണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീഡിയോ, ഞങ്ങളുടെ പരിപാടി ഒക്കെ എങ്ങനെയുണ്ട്? എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. എഡിറ്റ് ചെയ്യുന്ന പോലെയാണോ മോള്? എഡിറ്റ് ചെയ്യുന്ന മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരുടെയും ഒരു ഒരു ഹാർഡ് വർക്കിംഗ് നല്ലതായിട്ട് അടിപൊളി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ അടുത്തൊക്കെ ഒരു പ്രൊഫഷണൽ സ്റ്റൈലുണ്ട്. അതാണെന്ന് വരുന്നു ഇങ്ങനെ. അതെല്ലാം ഇഷ്ടപ്പെട്ടു. അതെല്ലാം എന്റെ കുട്ടമ്മോന്റെ കയ്യിലാ കേട്ടോ. സീരിയസ്ലി ഞാനീ കാണുന്ന പോലൊന്നും അല്ല, ഒരുപാട് കലാവാസനകളും കഴിവുകളും എല്ലാം ഉണ്ട് എനിക്ക്. അത് ചില സമയത്തെ ഞാന് പുറത്തേക്ക് എടുക്കുള്ളൂ. അത് പുറത്തേക്ക് എടുക്കുന്ന സമയം പറയാൻ നമുക്ക് അന്നേരം വീഡിയോ എടുക്കാം. അന്നേരം മാത്രം അല്ലേ? വേറെ വിശേഷമൊന്നുമില്ല. അപ്പം നമുക്കപ്പോ എന്താ പ്ലാൻ? ശ്രീകുട്ടം പോയാലും നമ്മള് കൊച്ചുകൂടെ ഉള്ളതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചിന്റെ പഠിത്തം ഉള്ളതുകൊണ്ട് എന്നും നമുക്ക് വീഡിയോയിൽ നടക്കുന്നില്ല. ഇനിയിപ്പം മോള് പഠിക്കാൻ പോയി കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെയും ഒക്കെ തട്ടിക്കളിച്ച് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അപ്പൊ നിങ്ങൾ എഡിറ്റിംഗ് പഠിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ, അത്രേ ഉള്ളൂ. അമ്മ പഠിക്കും, ഞാൻ പഠിച്ചില്ല. പപ്പ ഷൂട്ട് ചെയ്ത് കൊടുക്കുക, എഡിറ്റ് ചെയ്യുക. അത് നൈസായിരിക്കും, അടിപൊളിയായിരിക്കും. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു പോസിറ്റീവ് ഫീൽ ഉണ്ട്. അവരെങ്ങനെ പോകുന്നുണ്ട് നടന്നു വരുന്നത്. ആ പാട്ടും കറക്റ്റ് പാട്ട് കറക്റ്റ് മിക്സ് ആകാൻ നല്ലതായിട്ടുണ്ട്. പാട്ടൊക്കെ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴല്ല ഒരു 3-4 പേര് നമ്മളെ പേഴ്സണലി വിളിച്ച് നമ്മൾ സംസാരിച്ചു. സിനിമയിൽ എടുക്കുന്ന പോലെ തന്നെ നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അത് ആരാ എടുത്തത്? മറ്റു മാളക്കുട്ടി തന്നെയാണോ ചെയ്തത്, അതോ ശ്രീകുട്ടനാണോ ചെയ്തത്? അതൊക്കെ ഒരു കൺഫ്യൂഷനാണ്. അവനാണോ ഇവളാണോ ചെയ്തതെന്നുള്ളത്. അത്രയ്ക്ക് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർ വിളിച്ചിങ്ങനെ പറയുമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവളൊരു സാധനം കാണിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ നമ്മള് പിന്നെ സൈൻകുട്ടനൊക്കെ രാവിലെ വന്നു. സൈന് നമ്മളെ വീടിക്കകത്ത് അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. മോള് കൂർത്തം വലിക്കുന്ന ഒച്ച എനിക്ക് ഇവിടെ കേൾക്കാം. പുള്ളിക്കാരത്തി ഇച്ചിരി യാത്രയൊക്കെ ആയിരുന്നു, യാത്രാക്ഷീണമൊക്കെ ആയതുകൊണ്ട് 1 മണിക്കൂർ പുള്ളി ഒന്ന് റെസ്റ്റ് എടുക്കുക. ഈ പുള്ളിക്ക് പിന്നെ വണ്ടിയൊക്കെ ഓടിക്കുന്നതുകൊണ്ട് അത്ര ഓടിക്കുവാണെങ്കിൽ നമുക്ക് അത്ര ക്ഷീണമില്ല. യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ സീറ്റ് ചുമ്മാ ഇരുന്നേ. അതേസമയം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ഒരു മടുപ്പ് വരികയാണ്. അപ്പൊ പുള്ളിക്കാർക്ക് റെസ്റ്റ് എടുക്കുന്നു. അപ്പൊ കുറെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കറിയൊക്കെ നമ്മൾ പറിച്ച് പച്ചക്കറിയൊക്കെ കൊടുത്തു വിടുന്ന വീഡിയോ ഒക്കെ നമ്മൾ എടുത്തതാണ്. ഇന്ന് നമുക്ക് അടിപൊളിയാക്കണം. ഇനിയിപ്പോ ഞങ്ങൾ വെളിയിലോട്ടൊന്നും ഇന്ന് പോകുന്നില്ല. ഞായറാഴ്ച എന്നാ പോകുന്നത്? അടുത്ത ആഴ്ച പോകും. അതിന് മുമ്പ് ബന്ധുക്കൾ വീടുകളിലും സ്വന്തം വീടുകളിലും ഒക്കെ പോകാനുണ്ട്. ഇന്നൊരു 2 മണി 2:30 ആകുമ്പോഴത്തേക്ക് അവർക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പൊ അതിനു മുമ്പ് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാനുണ്ട്. അതെല്ലാം കൊണ്ട് കാണിച്ച് പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ പാക്ക് ചെയ്ത് കൊടുത്തുവിടാനുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സന്തോഷങ്ങള്. അതെ, എനിക്ക് തോന്നുന്നു 2 വർഷമായിട്ട് പപ്പയും അമ്മയും തരുന്ന പൊടികളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ വെളിയിൽ അപ്പം ഇവിടുന്നുണ്ട് എല്ലാം ഗരം മസാല, മുളക് പൊടി, ഇങ്ങനത്തെ പൊടിയാണ് ഫുള്ള് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ പ്രാവശ്യം വരുമ്പോൾ ഇഷ്ടംപോലെ കൊണ്ടുവരാൻ. പപ്പ മോയനംകൂടിന്റെ ടോപ്പ് എടുത്ത് മാറ്റുന്നു. ഇതാണ് കുഞ്ഞുങ്ങൾ. ഇവരാണ് നമ്മുടെ മക്കള്. ഇത് മിക്സ് ചെയ്താണോ അപ്പൊ കറുത്ത്? ഇത് തള്ളയുടെ കളറായത്. അച്ഛനാ കിടക്കുന്നത്. അതെ. ഓ അടിപൊളി. ഇതോ? ഇത് ഇതിന്റെ കുഞ്ഞ. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞ. ഞാൻ വരുമ്പോൾ കുഞ്ഞ. അവന്റെ കാലിന്റെ അവിടെ വെള്ളയാ. ചെറിയ പാടൊക്കെ ഉണ്ട്. നോക്കി അടിപൊളി. കുട്ടികൾ നല്ല വളർച്ചയുണ്ട്. ആണോ? പെട്ടെന്ന് വളർന്നു. നല്ല ഇനമാണ്. ഓക്കെ. ഓ അത് ഭയങ്കര അടിപൊളിയല്ലേ. കൈ രണ്ടും വെള്ളേ ഉള്ളൂ. ഇത് മറ്റേ പുറകില്ല. നിനക്ക് ഫ്രണ്ട് മാത്രം. അത് കീഴ്. ഹലോ ഹലോ ഹലോ. കണ്ണൊക്കെ കണ്ടോ? കണ്ണൊക്കെ എന്താ പറഞ്ഞത്? ഞാൻ എക്സാം തീറ്റ ഇലയൊക്കെ ചെറുത് കഴിക്കാൻ തുടങ്ങി. കുഞ്ഞു പുല്ലൊക്കെ ചെറുതായിട്ട് കഴിക്കാൻ. അവന്റെ ഇപ്പുറത്തെ സൈഡിൽ കളർ ഇല്ല, അപ്പുറത്തെ സൈഡിൽ കളർ ഉണ്ട്. ആണല്ലേ? ശരിയാ. കണ്ടോ? പിന്നെ തനി കരിയും കളറുണ്ട്. ഉറങ്ങുന്ന കാണാനാ ഏറ്റവും രസം. ആണോ? തനിക്കറപ്പ. തനിക്കറപ്പ. ചാടി പോകാൻ വേണ്ടി ഇതിനെക്കാട്ടിലും കുറച്ച് കുഞ്ഞാ അത്.
ഓ ശരിയാ ശരിയാട്ടാ. പുഴു പോലൊക്കെ ഇരിക്കുന്നില്ലേ? ആ സത്യം. ആ നഖമല്ലേ? അടിപൊളി, കാണാൻ നല്ല രസം. നല്ല രസമായി. ഇത് ഇച്ചിരൂടെ കഴിഞ്ഞാണോ അതാവുന്ന ആ സൈസ് ആവുന്ന അടുക്കത്തെ? അയ്യോ, കുറച്ചുകൂടെ കഴിയണം. 2 മാസം. 2 മാസം. ഓ ഇതൊരു മാസോ? 12 ദിവസം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അടിപൊളി, അനങ്ങാതിരുന്നോളൂ കേട്ടോ. വേറെ കളറുകളുണ്ട്. നാടന്ന് കണ്ടു. ഇതാണ് അമ്മയുടെ കളർ. അയ്യോ തൊട്ടില്ല. ഇത് അമ്മയുടെ കളർ. ഓ അടിപൊളി. മറ്റേ 2 അച്ഛനാ. അച്ഛൻ 3 എണ്ണം ഉണ്ട് അച്ഛൻ്റെ കളർ. അടിപൊളി. ഇതാണ് ആണോ? ആണാന്ന് തോന്നുന്നു. ഗൗരവ മുഖത്ത് മുഖത്തൊരു ഉരുളിമ ഉണ്ടല്ലോ. ആണോ? ഭയങ്കര ഗൗരവോ. ആണോ? പയ്യെ പയ്യെ ഗൗരവെന്ന് പറഞ്ഞു ഒരട്ടിയേറ് അപ്പുറത്തെ. ഇതാ കൂടെ തിരിച്ചടയ്ക്കാൻ പോന്നു. ആ അപ്പൊ അവർക്ക് ഫുഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്രം കഴിയേണ്ടതായിരുന്നു. ഇത് പിണ്ണാക്കുണ്ട്. ഇപ്പൊ ഈ പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് ഓക്കെ. ഇച്ചിരി പിണ്ണാക്ക് കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൂടുതലായി. പിന്നെ ചോറ് അതൊരു നേരം നമ്മളങ്ങ് കൊടുക്കുക. അപ്പൊ ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അത് തിന്ന് കഴിയുമ്പോൾ നമ്മൾ ശകലം വെള്ളം ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ വൈകിട്ട് പുല്ല് കിട്ടും. ഇതൊക്കെയാണ് നമ്മളെ ആഹാരം കൊടുക്കുന്നത്. കഴിച്ചോളൂ. നല്ല ഇതുണ്ട് ഉണ്ടോ? കൊടുക്കുമ്പോ തന്നെ കഴിക്കുക. കൊടുക്കുമ്പോൾ തന്നെ വിശന്നിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഒന്നും വേണ്ട അല്ലേ? കുഞ്ഞുങ്ങൾക്ക് ചെറിയ പുല്ല് പറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ. ഇവിടെ ഒരു 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും മുഴുത്താവും. സാധാ വലിപ്പമാവും. ഒരു 3 മാസം 4 മാസം. ഇവിടെ കൂടെ ഒരു 5 എണ്ണം ഉണ്ടായിരുന്നു. അതിനെ കൊടുത്തതാ നമ്മള്. അപ്പൻ സൈലന്റ് ആണല്ലോ? സൈലന്റ്. അനങ്ങാതിരിക്കുക. അച്ഛൻ സൈലന്റ് പാർട്ടിയാ. ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാ. അതിന്റെ ഒരു തയ്യാറെടുപ്പില്ല ഞാനും മോളും. അതെ അതെ. ഇത് മത്സരമാണോ? ഇല്ലല്ലോ. ശ്രീകുട്ടനോട് ക്യാമറയിൽ കൂടെ പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കഴിച്ചു വയറ് നിറഞ്ഞു. കഴിച്ചു, ചായ കുടിച്ചു. രാവിലെ തൊട്ട് കഴിച്ചായിരുന്നു. പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. ഇത്ര നേരം ഭയങ്കര സന്തോഷമായിരുന്നു. ചിരിയും കളിയൊക്കെ ആയിട്ട് ചിരിച്ചിരിച്ച് ഇടപാട് വന്നു കേട്ടോ. ഒത്തിരി നാൾ കൂടി ഇത്ര സന്തോഷിച്ചത്. ഓരോ കാര്യങ്ങളും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പപ്പായോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. കാറുമായിട്ടാണ് വന്നത്. താഴെ കയറി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സഞ്ചരിച്ചതാണ്. പപ്പായ കയറ്റിയിരുത്തുവാണേ. കയറിയിരിക്കും. അപ്പം എങ്ങനെ ഉണ്ടോ നോക്കാന്നൊക്കെ പറഞ്ഞ്. അടിപൊളി. അതൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എന്നത് അത്ര ഹൈറ്റിലിരുന്ന് ഓടിക്കുമ്പോ നമുക്ക് നല്ല രസം. രാജാവിനെ പോലെ നമുക്ക് ഫുൾ റോഡ് കണ്ട് ഓടിക്കാം. പിന്നെ അത്യാവശ്യ സ്ഥലത്തും തിരിഞ്ഞ് വണ്ടിയുടെ ഹൈറ്റിനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു കേട്ടോ. ടയർ റേഡിയസ് വളരെ കുറവാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കുമായിരുന്നു. ആണോ? ടയർ റേഡിയസ് വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവർ വന്നപ്പോൾ നമ്മൾ യൂസിഫർ പള്ളിയുടെ അവിടെയൊക്കെ പോയി കറങ്ങി അടിച്ച് വന്നു. അന്ന് ശ്രീകുട്ടനും ഉണ്ടായിരുന്നു. യാത്രയൊക്കെ ചെയ്തിട്ട് വന്നതാണ്. അവർ പോവുക കേട്ടോ. മൂന്ന് മണിക്ക് പോകാനിരുന്ന ടീമാണ്. ഇപ്പം മണി 5 ആയി. ബൈ ബൈ. ഒരു ദിവസം നമ്മുടെ കൂടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഭയങ്കര സന്തോഷമായി. അവർക്കും പോകാൻ മനസ്സില്ല, നമുക്ക് വിടാനും ഒരേ മനസ്സില്ല അല്ലേ? നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. അതെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മോളില്ലായിരുന്നു. പ്രാവശ്യം വന്നിട്ട് അവൾ വളരെ ഹാപ്പിയായിരുന്നു കേട്ടോ. അതെ അതെ. ചിന്നേരം കിടന്ന് ഉറങ്ങുമൊക്കെ ചെയ്ത ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴേ എല്ലാം നല്ല സന്തോഷമായിരുന്നു. ഇതിനിടയ്ക്ക് പൊന്നു വിളിച്ചു, വീഡിയോ കോൾ 2 പേരും വിളിച്ചു. അവരോടൊക്കെ സംസാരിച്ചു. ഇനി ചിലപ്പോഴാണേലും അവരൊരു മെയ് മാസം ഒക്കെ അവധി അവർക്ക് കിട്ടും. അവരിങ്ങനെ 2-3 മാസം കൂടുമ്പോൾ ഒന്ന് അടിച്ചു പൊളിച്ച്. പപ്പായ്ക്ക് ഒരു മോഹം അങ്ങനെ നടക്കണം കേട്ടോ. ദേ അടുത്ത സ്റ്റൈലിൽ വരുന്നുണ്ട്. മേളിലേക്ക് നോക്ക്. മേളിലേക്ക് കണ്ണടിച്ചോ. അതൊക്കെ നടന്നോ. അടിപൊളി. ഇതാര്?